എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എഐയും തൊഴിൽ ഭാവിയും എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ചോദ്യമെന്ന് പറയുമ്പോൾ എഐ വളർച്ചയിലൂടെ പല ജോലി ഇല്ലാതാകും എന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ ശരിയായ ഉത്തരത്തിലോട്ട് പോകുമ്പോൾ ശരിക്കും എഐ നമുക്ക് കൂടുതൽ ജോലി അവസരങ്ങളാണ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ആയിരുന്നുവെങ്കിൽ എഴുതാനും കണക്ക് കൂട്ടാനും അങ്ങനെ പല എളുപ്പമായ ജോലിക്കും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ എഐ വന്നതോടുകൂടി തന്നെ ആ ജോലികളെല്ലാം നഷ്ടമായിരിക്കുന്നു. പക്ഷേങ്കിൽ എഐ വരുവോടുകൂടി തന്നെ അതിൻ്റെ ഇരട്ടി ജോലികളാണ് ഇപ്പോൾ കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റികൾ, എഐ മാനേജ്മെൻറ്റ്, അങ്ങനെ പല ജോലികളും കൂടി വന്നിരിക്കുകയാണ്. അത് ശരിക്കും ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്തെ ജോലി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് എഐ ചെയ്തത്. അപ്പോൾ എഐ വെച്ച് നമുക്ക് പല ഉപകാരങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നു. നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എഐയോട് ചോദിക്കാൻ കഴിയുന്നു. അത് നമുക്ക് ChatGPT, ജെമിനി പോലുള്ള എഐ ടൂളുകൾ ഉപയോഗിക്കാം. നമ്മൾ അവരോടൊരു സംശയം ചോദിച്ചാൽ അത് വ്യക്തമായും കൃത്യമായും നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഒരു വഴിയിലൂടെ മാത്രമല്ല, പല വഴികളിലൂടെയും നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ഉത്തരം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. പിന്നെയുള്ള കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് പല ഭാഷാ പഠനത്തിനും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഹിന്ദി പഠിക്കണമെങ്കിലോ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലോ മറ്റ് രാജ്യങ്ങളിലെ ഭാഷകൾ പഠിക്കണമെങ്കിലോ നമുക്ക് ChatGPT, ജെമിനി പോലുള്ള എഐ ടൂളുകൾ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അത് നമ്മൾ ChatGPTയോടോ ജെമിനിയോടോ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെങ്കിൽ നമുക്ക് തിരുത്തി തരികയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന സെൻട്രലിൽ പോവാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ സമയലാഭം, പണം ലാഭം ഒക്കെ നമുക്ക് ലാഭമാണ് ഉണ്ടാക്കി തരുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഇതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയില്ല. ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തായിരിക്കണം ഇതൊക്കെ മേടിക്കേണ്ട അവസ്ഥയായിരിക്കും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ. അപ്പോൾ പിന്നെയുള്ള എഐ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധ്യാപകരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയല്ലായിരിക്കും. ഇനിയുള്ള കാലങ്ങളിൽ എഐ റോബോട്ടുകളായിരിക്കും അധ്യാപകർക്ക് പകരം കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. അത് അധ്യാപകരെക്കാട്ടിലും കൂടുതൽ അറിവുള്ള റോബോട്ടുകളായിരിക്കും. എന്ത് സംശയം ചോദിച്ചാലും അപ്പോൾ തന്നെ കുട്ടികൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ പല വഴികളിലൂടെയും കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും പഠനം. പക്ഷേങ്കിൽ ഈ റോബോട്ടുകൾ വരികയാണെങ്കിൽ സ്വന്തം അധ്യാപകനോട് സംസാരിക്കുന്നത് പോലെയോ അതുപോലെ തന്നെ സ്നേഹിക്കുന്നത് പോലെയോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എഐക്ക് ഹൃദയം ഒന്നുമില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്നേഹബന്ധം ഇല്ലാതാകുമെന്ന പ്രശ്നം മാത്രമേ അതിലൂടെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും അധ്യാപകരുടെയും ഇടയിൽ പല ചർച്ചകളും പല ആശയവിനിമയങ്ങളും നടക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷേങ്കിൽ ഈ റോബോട്ടുകളുടെ വരവോടുകൂടി തന്നെ അതെല്ലാം ഇല്ലാതാകുമെന്ന പ്രശ്നം മാത്രമേ ഇതിലൂടെ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി പഠനരംഗത്തുമൊക്കെ വളരെയധികം ഉപകാരം തന്നെയായിരിക്കും ഈ എഐ എന്ന് പറയുന്നത്. ഈ പഠനരംഗത്ത് മാത്രമല്ലായിരിക്കും എഐയുടെ സ്വാധീനം ചെലുത്തുക. ഇനി പല രംഗത്തും ഇനി എഐ റോബോട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ പോലീസായും ഒക്കെ ഇനി ഈ റോബോട്ടുകൾ വളർന്നു വരുമെന്നാണ് ഈ എഐ വളർന്നു വരികയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയും കൂടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും എഐ വളർന്നു വരിക എന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ പല തൊഴിലുകളും ഇല്ലാതാവുക തന്നെ ചെയ്യും. പക്ഷേ എങ്കിൽ അതിന് കൂടെ പല തൊഴിലുകളും വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്ക് വലിയൊരു വികസനം തന്നെയായിരിക്കും അതിലൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.